ഒന്ന് തള്ളാനാണ് പാകിസ്ഥാനോട് പറഞ്ഞതെങ്കിൽ കപ്പ് ഇപ്പോൾ ദാ അവിടെ ഇരുന്നേനെ. കിട്ടാവുന്നതിന്റെ പരമാവധി 25 മിനിറ്റ് കൊണ്ട് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. തിരിച്ചൊന്ന് ഇന്ത്യയുടെ രോമത്തിൽ തൊടാൻ പോലും പറ്റിയിട്ടില്ല എന്നത് വാസ്തവവുമാണ്. എന്നാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്ക് തുടങ്ങുകയാണ്. പാക് മാധ്യമങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമാണ് ഇന്ത്യയിൽ നിന്നേറ്റ തിരിച്ചടി മറയ്ക്കാനുള്ള വ്യാജ പ്രചാരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളിൽ ഒന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പാകിസ്ഥാൻ കനത്ത മറുപടി നൽകിയെന്നും ഇന്ത്യയിലെ 15 ഇടങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നുമാണ്. നട്ടാൽ കുരുക്കാത്ത ഈ നുണയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. മുൻപും ഇതുപോലെ വീഡിയോ ഗെയിം വരെ ആക്രമണ ദൃശ്യം എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ടീംസാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ നുണക്കഥകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാകാൻ ഇനി സാധ്യതയുമില്ല. തീർന്നിട്ടില്ല. ശ്രീനഗറിലെ വ്യോമസേന ആസ്ഥാനം പാക് വ്യോമസേന ആക്രമിച്ചുവെന്നും ഇന്ത്യൻ സൈനിക ബ്രിഗേഡ് ആസ്ഥാനം തകർത്തുവെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില പോസ്റ്റുകളിൽ അവകാശപ്പെടുന്നു. ഇന്ത്യയുടെ 2 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുണ്ടത്രേ എന്നാണ് എക്സിലെ ഒരു അക്കൗണ്ടിൽ പറയുന്നത്. രാജസ്ഥാനിലെ ബാർമറിൽ 2024 സെപ്റ്റംബറിൽ ഇന്ത്യൻ യുദ്ധവിമാനം തകർന്നു വീണതിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പാക് അനുകൂലികളുടെ അക്കൗണ്ടുകൾ വ്യാപകമായാണ് ഇത്തരം വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷനുമായി ബന്ധമുള്ള നിരവധി ഫോളോവേഴ്സ് ഉള്ള എക്സ് അക്കൗണ്ടുകളാണ് ഈ വ്യാജ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് അക്കൗണ്ട് അടക്കമുള്ളവ പാകിസ്ഥാന്റെ വ്യാജ അവകാശവാദങ്ങൾ വസ്തുതാപരമായി പൊളിച്ചടുക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രീനഗറിലെ വ്യോമസേന ആസ്ഥാനം തകർത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാക് അനുകൂലികൾ പങ്കുവയ്ക്കുന്ന വീഡിയോ യഥാർത്ഥത്തിൽ 2024 പാകിസ്ഥാനിലെ തന്നെ ഖൈബർ പത്തുങ്കയിൽ നിന്നുള്ള ആക്രമണങ്ങളുടേതാണ് എന്ന് PIB ഫാക്ട് ചെക്ക് കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയെ തിരിച്ചാക്രമിച്ചു എന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന നിരവധി വീഡിയോകളും ചിത്രങ്ങളും പഴയ സംഭവങ്ങളുടേതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നടന്ന ആക്രമണങ്ങളുടേതോ ദൃശ്യങ്ങളാകണമെന്നാണ് വ്യക്തമാക്കുന്നത്. അടിസ്ഥാനരഹിതമായ ഇത്തരം അവകാശവാദങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന മാധ്യമങ്ങൾ അടക്കം ഏറ്റുപിടിക്കുന്ന കാഴ്ചയും കാണാം. അതേസമയം ഇതെല്ലാം പാകിസ്ഥാൻ നടത്തുമ്പോഴും ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ നിലപാട് വ്യക്തമാക്കിയത്. തിരിച്ചടി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ 31 പേർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചു. 41 പേർക്ക് പരിക്കേറ്റു. എന്നാൽ ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമാണ്. പാകിസ്ഥാൻ ഇനിയും പ്രകോപനം ഉണ്ടാക്കിയാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾക്ക് പറയാൻ നേരമില്ല, കാരണം പ്രവർത്തിക്കാൻ കുറച്ചേറെയുണ്ട്. കരുതിയിരുന്നോളൂ പാകിസ്ഥാൻ.